എന്റെ പ്രിയപ്പെട്ടവരെ, ആ ബൈത്തുൽ മുഖദ്ദസ് പ്രവാചകന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ബൈത്തുൽ മുഖദ്ദസ്, പല പ്രവാചകന്മാരെ മടക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഭവനം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താലെ ഒരു ഫലസ്തീൻ എന്ന് പറയുന്നത്, നമ്മുടെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വലിയ സന്ദേശമാണ് പകർന്നു നൽകുന്നത്. വൈദേശിക ശക്തികൾ മുഴുവനും കടന്നു വന്ന്, അല്ലേ, നമ്മൾ മനസ്സിലാക്ക്, അമേരിക്ക പോലെയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ആധികാരിക ശേഷികൾ കൊണ്ടും സാമരികകൾ കൊണ്ടും സാമ്പത്തിക കൊണ്ടും വലുതായ ഒരു രാജ്യത്തിന്റെ ഫുൾ സപ്പോർട്ടുകൾ ഉണ്ടായിട്ട് പോലും ബനൂ ഇസ്രായേലി വംശക്കാർ മുഴുവനും ഫലസ്തീന്റെ ചെറുമക്കൾക്ക് മുന്നിൽ പരാജയപ്പെട്ടു പോകുന്ന, ഫലസ്തീനിലെ ധീരരായ യോദ്ധാക്കൾക്ക് മുന്നിൽ പരാജയപ്പെട്ടു പോകുന്ന ചരിത്രമല്ലേ നമ്മൾ കണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയ മോചിസത്തും കൂടെ ഇല്ലേ, ഖുദ്സ് വിമോചനപ്പെടാതെ, ഖുദ്സിന്റെ വിജയം കാണാതെ, ഫലസ്തീന്റെ മക്കൾ പുഞ്ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് മുത്തൊളി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെയൊക്കെ ഒരു ഭാഗമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, അമേരിക്കയിൽ തീ കത്തിപ്പിടിച്ചു, നമ്മൾ കണക്ക് കണ്ടിരുന്നില്ലേ? ഫലസ്തീന്റെ എത്ര ഭാഗങ്ങൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നശിപ്പിച്ചിട്ടുണ്ടോ അതിന്റെ അളവിൽ കത്തി നശിച്ചിട്ടുണ്ട് അമേരിക്കയിൽ. എന്റെ പ്രിയ, അവിടുത്തെ ആൾക്കാരൊക്കെ വെന്തുരുകി മരണപ്പെട്ടു. ഒരാളുടെയും വേദനകളിൽ അല്ലെങ്കിൽ അവരുടെ സങ്കടപ്പെടാൻ നമ്മൾ ഒരിക്കലും സന്തോഷിക്കുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ അള്ളാഹു ഇങ്ങനെ വിട്ടുവിട്ട് കൊടുക്കും. അള്ളാഹ് പതുക്കെ വിട്ടുവിട്ട് കൊടുത്ത് ഒരു പിടിപിടിക്കും. ആ പിടുത്തത്തിൽ അള്ളാഹുവിന്റെ പിടുത്തം വളരെ കഠോരമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഫലസ്തീൻ വളരെ മനോഹരമായ സ്ഥലമാണ്. അവിടെ അള്ളാഹുവിന്റെ റസൂലിനെ എത്തിച്ചു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്തിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പ്രവാചകന്മാർക്കും ഇമാമത്ത് നിന്ന് നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹു അറിയിച്ചു കൊടുത്തു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്നു. ഇതാണ് ഇസ്രാ യാത്ര. മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസ് എത്രയോ കിലോമീറ്ററുകൾ ദൂരെ കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു രാത്രി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസ് എത്തി. മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തി. അവിടെ നിന്നും 7 ആകാശങ്ങൾ കടന്ന് പടച്ച തമ്പുരാന്റെ ദർബാറിലെത്തി. ആ സംഭവങ്ങളാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ബൈത്തുൽ മുഖദ്ദസ് വരെയുള്ള ആ ചരിത്രത്തെ ആണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. ഇതാണ് ഇസ്രാ യാത്ര. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇസ്രാ യാത്ര എന്നുള്ളത്. അവിടെ നിന്നും 7 ആകാശം കടന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മനോഹരമായ ഒരു യാത്ര ചെയ്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ 7 ആകാശങ്ങളിലും 7 വ്യക്തിത്വങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ കണ്ടു എന്നാണ്. 7 വ്യക്തിത്വങ്ങളെ 7 ആകാശങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ കണ്ടു. നമ്മളൊരു യാത്ര പോകുമ്പോൾ, പല സ്ഥലത്ത് പോകുമ്പോൾ അറിയപ്പെടുന്ന ആളുകൾ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായി സംസാരിക്കാറുണ്ട്. അവരുമായി ബന്ധങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കാറുണ്ട്, മുസാഫഹ ചെയ്യാറുണ്ട്, പരസ്പരം പഴയ കാര്യങ്ങൾ, പഴയ സംഭവങ്ങളെ കുറിച്ച്, അവസ്ഥകളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഇത് പൊതുവായ കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ 7 ആകാശം കടന്ന് പോവാണ്. മഹാനായ മുത്തൊളി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 1-ാം ആകാശത്തിലേക്ക് കടന്നു വരികയാണ്. 1-ാം ആകാശത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുമ്പം അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയാണ്. ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുടനെ പറയാണ്, അഖിലം എന്റെ പൊന്നുമോനെ നിനക്ക് സ്വാഗതം, എന്റെ പൊന്നുമോനെ നീ കടന്നു വരിക, ഈ ആദം നിന്നെ കാത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇറക്കുകയാണ്. രണ്ടുപേരെയും 2 സ്ഥലങ്ങളിലാണ് ഇറക്കിയത്. ഈ ഭൂമിയിലേക്ക് ഇറക്കുമ്പം ഈ ഭൂമി മുഴുവനും തരിശാണ്. ഒരു കെട്ടിടങ്ങളില്ല, ഒരു വാഹനങ്ങളില്ല, ഒരു സാഹചര്യങ്ങളില്ല, ഒരു മനുഷ്യരുമില്ലാത്ത ഏകാന്തത നിറഞ്ഞ ഒരു സ്ഥലം, ഏകാന്തത നിറഞ്ഞ ഒരു അവസ്ഥ. ആദം നബിയെ സ്വർഗത്തിൽ നിന്നും ആദം നബിയെ ഹവ്വാ ബീവിയെ ഇറക്കുമ്പം ഭൂമിയിലൊന്നും ഒരു മനുഷ്യനില്ല, ഒരു കാര്യമില്ല, ഏകാന്തതയായി ഒറ്റപ്പെട്ടു പോയി. ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്ന ഒറ്റപ്പെടലാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് സമ്പത്ത് കുറയലോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകലോ ഒന്നുമല്ല, ഒറ്റപ്പെട്ടു പോകലാണ് ഏറ്റവും വലിയ വേദന. അതുകൊണ്ട് തന്നെയാണ് ഒറ്റപ്പെട്ടവനെ ചേർത്ത് പിടിക്കാൻ പഠിപ്പിച്ച വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തകർന്നടിഞ്ഞവനെ ചേർത്ത് പിടിച്ച വ്യക്തിത്വം, അനാഥ മക്കൾക്ക് അവരുടെ കണ്ണുനീര് തുടച്ച വ്യക്തിത്വം, വിധവകളെ കാത്തു സൂക്ഷിച്ച വ്യക്തിത്വം, സമാധാനത്തിന്റെ സന്ദേശം കൈമാറി ഹബീബായ തങ്ങൾ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും ആരുമില്ലാത്ത
ഇല്ലാത്തവർക്ക് താങ്ങാകാനും തണലുമാകാനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാധിച്ചു. ഒരു വാക്കുകൊണ്ടുപോലും ഒരു പ്രവൃത്തി കൊണ്ടുപോലും ഒരു മനുഷ്യനെയും വേദനിപ്പിക്കല്ലെന്ന് പഠിപ്പിച്ച ആന്തരികമായ ഒരു നിശബ്ദതയുടെ പേരായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയും അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കി. ഒറ്റപ്പെടലായിരുന്നു, ആരും ഇല്ലായിരുന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ആയിഷ മഹദിയായ ഹവ്വാ ബീവിക്കും. ഇരുവരുടെയും ഒറ്റപ്പെടലിന് അല്ലാഹു ഒരു സമാധാനമായ ഒരു വാക്യം ആകാശത്തിന്റെ അകതാരകളിൽ കേൾപ്പിച്ചു കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്താണ് ആ വാക്യം? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത്, ഈ ഭൂമി ലോകത്ത് ആദ്യമായി അല്ലാഹു കേൾപ്പിച്ച ശബ്ദം അത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എല്ലാ ദിവസവും പള്ളിയുടെ മിനാരത്തിൽ നിന്നും കേൾക്കപ്പെടുന്ന വചനമല്ലേ അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, എന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ മുത്തായ നമ്മുടെ ഹൃദയത്തിന്റെ കാതലായ ജീവന്റെ തുടിപ്പായ റസൂലുള്ളാഹി തങ്ങളോട് നബിതങ്ങളുടെ സംസാരം, നബിതങ്ങളുടെ ആ സൗണ്ട്, ആ ശബ്ദം, ആ നബിതങ്ങളുടെ ആ പേര് കേൾക്കേണ്ട താമസം ആദം ഹവ്വ ദമ്പതികൾ സമാധാനമടങ്ങിയെന്ന് ചരിത്രം പഠിപ്പിക്കുകയോ. അല്ലാഹുവിന്റെ റസൂൽ സമാധാനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എവിടെയുണ്ടോ അവിടെ സമാധാനമുണ്ട്. അതുകൊണ്ടാണ് സ്വലാത്ത് അധികരിപ്പിക്കാൻ പറയുന്നത്. സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കും. സ്വലാത്തിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. സ്വലാത്തിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ തമ്പുരാനെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കുവാൻ, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഒന്ന് ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ ഹബീബിന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മക്കയെ ചെല്ലാൻ, മദീനയിലെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് ആദം നബിയെ കണ്ടു. ആദം നബി ക്ഷണിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂല് രണ്ടാം ആകാശത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. രണ്ടാം ആകാശത്തിലേക്ക് കടക്കുമ്പം അവിടെ മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കുകയാണ്, ക്ഷണിക്കുകയാണ്. അഖിലം വസഹിലയ്യാ ബുനയ്യാ, ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ നബി തങ്ങളുടെ സമുദായമായി ഈ സമുദായത്തെ നയിക്കാൻ വേണ്ടി കടന്നു വരാനിരിക്കുന്ന മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അങ്ങേ ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹബീബേ. അങ്ങയെ ചേർത്ത് പിടിക്കാൻ, അങ്ങയുടെ ശരീരമൊന്ന് ചേരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു യാ റസൂലല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചു. രണ്ടാകാശം കഴിഞ്ഞു. മൂന്നാം ആകാശത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പോകാണ്. മൂന്നാം ആകാശത്തിലേക്ക് പോകുമ്പം അല്ലാഹുവിന്റെ റസൂൽ അവിടെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമെ കാണുകയാണ്, ക്ഷണിക്കുകയാണ്. അഹ്ലൻ വസഹ്ലൻ ബുനയ്യാ, അല്ലയോ പൊന്നുമോനെ നിനക്ക് സ്വാഗതം, പൊന്നുമോനെ നിനക്ക് സ്വാഗതം. ആരാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം? സൗന്ദര്യത്തിന്റെ നിറകുടമല്ലേ യൂസുഫ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈജിപ്തിന്റെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലൂടെ നടക്കുമ്പം സുന്ദരികളായ ആപ്പിളുകൾ മുറിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരികളായ വനിതകൾ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് തന്റെ കയ്യിലിരുന്ന ആപ്പിളുകൾ മുറിക്കുന്ന കത്തികൾ കൊണ്ട് തന്റെ കൈകൾ മുറിച്ചിട്ട് പറയുമായിരുന്നു, മാഹാദാ ബശറാ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഈ യൂസുഫ് ഉണ്ടല്ലോ, ഇത് സാധാരണ മനുഷ്യനല്ല, ഇത് സാധാരണ വ്യക്തിത്വമല്ല, സ്വർഗലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറക്കപ്പെട്ട മാലാഖയാണ്, ഇത് മനുഷ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു പോകുമായിരുന്നു. സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി സംസാരിച്ചു. നാലാം ആകാശത്തിലേക്ക് പോയി. അവിടെ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിരുന്നു, അദ്ദേഹവുമായി സംസാരിച്ചു. അഞ്ചാം ആകാശത്തിലേക്ക് പോയി. അവിടെ മഹാനായ
മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. അവിടെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി സംസാരിച്ചു. ആറാനാകാശത്തിലേക്ക് പോയി. ആറാനാകാശത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ എത്തുമ്പം അവിടെ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നിൽക്കുകയാണ്, ക്ഷണിക്കുകയാണ്. അഹ്ലം വസഹ്ലൻ യാ ബുനയ്യാ, എന്റെ പൊന്നുമോനെ നീ കടന്നു വരിക. ഈ മൂസയുണ്ടല്ലോ, നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. കടന്നു വരിക യാ റസൂലല്ലാഹ്, കടന്നു വരിക യാ റസൂലല്ലാഹ്, അങ്ങന്റെ അടുക്കലേക്ക് കടന്നു വരിക ഹബീബേ. അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാണ്. അവിടെ സൗഹൃദ സംസാരങ്ങൾ നടത്തുകയാണ്, സൗഹൃദ സംസാരങ്ങൾ നടത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സലാം പറഞ്ഞ് മടക്കി. അല്ലാഹുവിന്റെ റസൂൽ ഏഴാനാകാശത്തിലേക്ക് പോകുകയാണ്. ഏഴാനാകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പം അവിടെ അല്ലാഹുവിന്റെ റസൂലിനെ കാത്തുകൊണ്ടൊരു വ്യക്തിത്വം നിൽക്കുകയാണ്. ആ വ്യക്തിത്വം അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ ബുനയ്യാ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഏ നബിയേ, അങ്ങേ കാത്തുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. കടന്നു വരിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പം അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചേർത്ത് പിടിക്കുകയാണ്. നബിതങ്ങൾ ചുംബനം കൊടുക്കുകയാണ്. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീഅത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമായിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആയാണ് നബിതങ്ങൾ വരാനുള്ള കാരണമെന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ കഅബ പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ വരവിന് വേണ്ടി ദുആ ചെയ്തു അത്രേ. ആ ദുആയുടെ അനന്തരഫലമാണ് ഞാനെന്ന് മുത്തളി മുഹമ്മദുർ റസൂലുള്ളാഹ്. താൻ വരാനുള്ള കാരണം അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയായിരുന്നു. ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചേർത്ത് പിടിച്ചു, ചുംബനങ്ങൾ കൊടുത്തു, സ്നേഹ സംസാരങ്ങൾ നടത്തി. നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി പ്രവാചകന്മാർ ഓരോ ആകാശത്തും കാത്തിരിക്കുകയാണ്. അത്രമാത്രം നബിതങ്ങളോടുള്ള സ്നേഹമായിരുന്നു. നമുക്ക് എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല? അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല? നബിതങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല? കേവലം റബീഉൽ അവ്വൽ വരുമ്പം അല്ലെങ്കിൽ കേവലം ചില സാഹചര്യങ്ങളിൽ മാത്രം പ്രണയിക്കേണ്ടതല്ല അല്ലാഹുവിന്റെ റസൂലിനെ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം പുണ്യ ഹബീബ് റസൂലുള്ളാഹി. ആ ഹബീബായ തങ്ങളെ ഓർത്ത് കരയാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി തങ്ങളെ ഓർത്ത്, നബിതങ്ങളുടെ സംഭവങ്ങളെ ഓർത്ത്, ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്തിന്റെ മന്ത്രങ്ങൾ ചൊല്ലാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് പ്രവാചക പ്രണയം കടന്നു വരേണ്ടത്. വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത, കൈകൾ കൊണ്ട് എഴുതി തീർക്കാൻ സാധിക്കാത്ത, പാട്ടുകൾ കൊണ്ട് സംഗീതം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത, വർണ്ണിച്ചു തീർക്കാൻ സാധിക്കാത്ത വർണ്ണതയുടെ പേമാരിയാണ് മുത്തളി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ നബിതങ്ങളെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കണം. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഉൾക്കൊള്ളുവാനും നമ്മൾ തയ്യാറായി നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സദസ്സതിന് കാരണമാക്കി തീർക്കുമാറാകട്ടെ. വളരെ മനോഹരമായ നല്ല ആളുകളുണ്ട്, മാഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ നിറഞ്ഞ സദസ്സാണ്. അല്ലാഹു ഈ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നബിതങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴാകാശത്തെത്തി. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ കടന്നു ചെല്ലുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇൻദ സിദ്റത്തിൽ മുൻതഹാ, സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയാണ്, യാ റസൂലല്ലാഹ്, ഇനി എനിക്ക് പ്രവേശനമില്ല ഹബീബേ, ഇനി അകത്തളങ്ങളിലേക്ക് കയറാൻ എനിക്ക് അനുവാദമില്ല യാ റസൂലല്ലാഹ്, എനിക്ക് അനുവാദമില്ല യാ ഹബീബല്ലാഹ്. ഇനി അങ്ങും അങ്ങയുടെ രക്ഷിതാവും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചതമ്പുരാനുണ്ടല്ലോ, നമുക്ക് ആഹാരം നൽകുന്ന പടച്ചതമ്പുരാനുണ്ടല്ലോ, കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യ
സൂര്യൻ ഉദിക്കുമ്പോൾ വടവൃക്ഷങ്ങളിൽ കലപില ശബ്ദമുണ്ടാക്കി ഒരു ദിക്കിൽ നിന്നും ഒരു ദിക്കിലേക്ക് പറന്നകന്നു നിന്ന ഭക്ഷ്യജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പടച്ച തമ്പുരാനുണ്ടല്ലോ. കടലിന്റെ അഗാധഘട്ടങ്ങളിൽ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പടച്ച തമ്പുരാനുണ്ടല്ലോ. അനാഥകളെ ഊട്ടുന്ന പടച്ച തമ്പുരാനുണ്ടല്ലോ. നമുക്ക് നന്മയും തിന്മയും തരുന്ന പടച്ച തമ്പുരാനുണ്ടല്ലോ. ഖൈറും ശർറും തീരുമാനിച്ച പടച്ച തമ്പുരാനുണ്ടല്ലോ. ആ അല്ലാഹുമായുള്ള സംസാരമാണ്. അവിടെ ജിബ്രീലിന് സ്ഥാനമില്ല യാ റസൂലല്ലാഹ്. അങ്ങും അങ്ങയുടെ രക്ഷിതാവും തമ്മിലുള്ള മനോഹരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ പോകുകയാണ്. അങ്ങും അങ്ങയുടെ രക്ഷിതാവും തമ്മിലുള്ള ഒരു മനോഹരമായ ഒരു പ്രകീർത്തനത്തിന് സാക്ഷിയാകാൻ പോകുകയാണ്. അതുകൊണ്ട് നബിയേ അങ്ങ് കടന്നു പോകുകയാ റസൂലല്ലാഹ്. ഇനി എനിക്ക് അനുവാദമില്ല, ഇത്രയുള്ള നബിയെ, എനിക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അങ്ങും അങ്ങയുടെ രക്ഷിതാവും തമ്മിലുള്ള മനോഹരമായ ഒരു സന്ധ്യ സംഭാഷണം. അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെല്ലുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിബിതങ്ങൾ തന്നെ പറയാണ്, ഞാൻ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്, പടച്ച തമ്പുരാനുമായി സംസാരിക്കുകയാണ്. എന്ത് സംസാരിച്ചോ എന്നോ എന്താണ് പറഞ്ഞതെന്നോ അല്ലാഹു അലം. അല്ലാഹുവിന്റെ റസൂൽ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാലോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അല്ലാഹുവിലേക്ക് വന്ന തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ ഹബീബായ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമ്മാനം നൽകുകയാണ്. നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമ്മാനം നൽകി. അല്ലാഹുവിനെ വിഷമിച്ച് സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ടു നിന്ന വ്യക്തിത്വമായ അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീലിനെ കൊണ്ട് അല്ലാഹു ഒരു ടൂർ, ഒരു യാത്ര നടത്തി. ആ യാത്രയിൽ അല്ലാഹുവിന്റെ അടുക്കൽ വന്നു, പ്രവാചകന്മാരെയൊക്കെ കണ്ടു, അല്ലാഹുവിന്റെ അടുക്കൽ വന്നു, അല്ലാഹുവുമായി സംസാരിച്ചു. നബിതങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറി. വരാൻ നേരത്ത് അല്ലാഹുവിന്റെ റസൂലിന് ഒരു സമ്മാനം കൊടുത്തു. റബ്ബിന്റെ സമ്മാനം, റബ്ബിന്റെ സമ്മാനം, അള്ളാഹുവിന്റെ സമ്മാനം അത് കൊടുക്കാണ്. റബ്ബിന്റെ സമ്മാനം അള്ളാഹുവിന്റെ റസൂല് വാങ്ങിക്കൊണ്ട് തിരിച്ചു വരികയാണ്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സമ്മാനവുമായി തിരിച്ചു വരികയാണ്. വരുന്ന വഴിയിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്താണ് അള്ളാഹു അങ്ങയ്ക്ക് നൽകിയ സമ്മാനം? എന്താണ്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, 50 വഖത്ത് നമസ്കാരം സമ്മാനമായി നൽകിയിരിക്കുകയാ. 50 വഖത്ത് നമസ്കാരം, 5 അല്ല 10 അല്ല 15 അല്ല 20 അല്ല 25 അല്ല, 50 വഖത്ത് നമസ്കാരം സമ്മാനമായി നൽകുകയാണ്. 50 വഖത്ത് നമസ്കാരം സമ്മാനമായി നൽകുക. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ഹബീബേ തിരിച്ചു പോക്കോ റബ്ബിന്റെ അടുക്കലേക്ക്. കാരണം എന്തെന്നറിയുമോ? 50 വഖത്ത് നമസ്കാരം അങ്ങയുടെ സമുദായത്തിന് പറ്റില്ല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു പോയിട്ട് വന്നു. വീണ്ടും മൂസാ നബി ചോദിച്ച്, എത്രയായി? 25 അല്ലാഹുവിന്റെ റസൂലേ. അങ്ങനെ പലതവണ പല പ്രാവശ്യം ഇങ്ങനെ റസൂൽ അല്ലാഹുവിന്റെ അടുക്കൽ പോയി നമസ്കാരത്തെ കുറച്ചുകൊണ്ടിരുന്നു. അവസാനം അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും വന്നപ്പം മൂസാ നബി അടുക്കലേക്ക് വിളിക്കുകയാണ്, ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് എത്രയാക്കി? 5 മൂസാ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, പറ്റൂ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ, പറ്റൂല നബിയെ, അങ്ങയുടെ സമുദായം നമസ്കരിക്കൂല. മൂസാ നബി എത്ര സത്യ പറഞ്ഞേ. 50 വഖത്ത് നമസ്കാരമൊക്കെ നിർബന്ധമാക്കിയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പറ്റില്ല നബിയെ, 30 ആക്കി, 25 ആക്കി, 20 ആക്കി, 15 ആക്കി, 10 ആക്കി, 5 ആക്കി, അതും പറ്റൂല നബിയെ. മൂസാ നബി പറഞ്ഞ സത്യല്ലേ? 5 വഖത്ത് നമസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്ന സമുദായം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒരു സമ്മാനമാണ് നമസ്കാരം. സമ്മാനമാണ്, റബ്ബിന്റെ സമ്മാനം. റബ്ബിന്റെ സമ്മാനമാണ് നമസ്കാരം. റബ്ബ് ചെയ്ത അനുഗ്രഹം. ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ തകർച്ച, ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ പരാജയം, ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ നഷ്ടപ്പെടൽ എന്താണെന്നുള്ള ചോദ്യത്തിന് ഒറ്റ മറുപടി, താരിഖുസ്സലാ, നമസ്കാരം നഷ്ടപ്പെട്ടു പോയെന്നുള്ളതാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? ഖുർറത്തു ഐനി അസ്സലാ, എന്റെ ജീവിതത്തിന്റെ സമാധാനം, എന്റെ കണ്ണിന്റെ കുളിർമ, എന്റെ സമാധാനം അത് നമസ്കാരമാണ് എന്ന് മുത്തുള്ളി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളൊക്കെ എന്തൊക്കെ കാരണത്തിന്റെ പേരിലാണ് നമസ്കാരം നഷ്ടപ്പെട്ടു കളയുന്നത്? അല്ലാഹു റസൂലുള്ളാഹിന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് നമസ്കാരം. ഏറ്റവും വലിയ സമ്മാനമാണ് നമസ്കാരം. അതുകൊണ്ട് ഞാൻ എന്റെ സദസ്സിനോട് പറയാണ്, നമസ്കാരം നഷ്ടപ്പെടുത്തി കളയല്ലേ. നമസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. നമസ്കാരം മുറുകെ പിടിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ സമ്മാനമാണെന്ന് പറഞ്ഞുകൊണ്ട് മുറുകെ പിടിച്ചാൽ ഇരു ലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മൂസാ നബിയോട് നമുക്കൊരു കടപ്പാടുണ്ട്, അല്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ വിളിച്ചിട്ട് പറഞ്ഞ പറ്റൂല നബിയെ, പല പ്രാവശ്യം പറഞ്ഞു വിട്ടു. 5 വഖത്തായപ്പോഴും പോയിട്ട് വാ നബിയെ, പറ്റൂല എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ലജ്ജിക്കുന്നു മൂസ, ഇനി എന്റെ റബ്ബിന്റെ അടുക്കൽ പോയി പറയാൻ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലും എന്റെ സമുദായം നമസ്കരിക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സദസ്സിനോട് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്നും മരണം വരെ ഒരു നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദയനീയ അവസ്ഥ ഉണ്ടാകരുത്. ആഫിയത്തുള്ള ആരോഗ്യമുള്ള കാലത്തോളം അള്ളാഹുവിനെ നമസ്കരിക്കാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ കർമ്മങ്ങളെ മുറുകെ പിടിക്കാൻ, മരണം വരുവോളം നമസ്കരിക്കാൻ, സക്കറാത്തുൽ സുജൂദിലായി മരണപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇതാണ് റബ്ബിന്റെ സമ്മാനം. 7 ആകാശങ്ങൾ കടന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ദർബാറിലെത്തി സമ്മാനം കൊടുത്തു. ആ സമ്മാനത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. സമുദായത്തിലേക്ക് കടന്നു വന്ന് പറഞ്ഞു കൊടുത്തു, മൻ സ്വല്ല, എന്താ 5 വഖ്ത് നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്ന ഒരു വ്യക്തി 50 വഖ്ത് നമസ്കാരം കൃത്യമായി നമസ്കരിച്ചവനെ പോലെയാണെന്ന് മുത്തുള്ളി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം തന്നെയാണ് റബ്ബിന്റെ സമ്മാനം. റബ്ബ് അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് നമസ്കാരം. ആ നമസ്കാരത്തെ സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനും മുറുകെ പിടിക്കുവാനും ഒരു മനുഷ്യൻ, ഒരു വ്യക്തിത്വം, ഒരു സമുദായം തയ്യാറായാൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഫലസ്തീനുമായി ബന്ധപ്പെട്ട ആ വിഷയം, തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ 1 വഖ്ത് നമസ്കാരം പോലും നഷ്ടപ്പെടുത്താതെ നമസ്കരിച്ച ആ ഫലസ്തീൻ യോദ്ധാക്കളുടെ മക്കളുടെ മനോഹരമായ ചിത്രം സമകാലിക യുഗത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പം ലജ്ജിച്ചു പോവുകയാണ്. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ നമസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്ന, വിവാഹങ്ങളുടെ പേരിൽ നമസ്കാരത്തിന്റെ പവിത്രതയെ ഉന്മൂലനം ചെയ്യുന്ന വെറും നന്ദികെട്ട സമുദായമായി ഞാനും നിങ്ങളും മാറുമ്പം ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം നമസ്കാരം നഷ്ടപ്പെടുത്തി കളയലാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമസ്കാരക്കാരാവിൻ. നമ്മുടെ മക്കളെ നമസ്കരിക്കാൻ പള്ളിയുമായി അടുപ്പിക്കും. നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, ദുരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അള്ളാന്റെ റസൂല് ആ അനുഗ്രഹീത സമ്മാനം വാങ്ങി തിരിച്ച് സമുദായത്തിലേക്ക് കൊണ്ടു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പലരും കളവാക്കി. ഒറ്റ രാത്രി കൊണ്ട് മുഹമ്മദേ നീ പോയിട്ട് വരുമെന്നോ, ഭ്രാന്താണോ നിനക്കെന്ന് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ച് അപമാനിച്ചു. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബാക്കൾ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യമായ കാര്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു. ആ നമസ്കാരത്തെ സ്വഹാബാക്കൾ സ്വീകരിച്ചപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തെ സ്വീകരിക്കാൻ, റബ്ബ് നൽകിയ സമ്മാനത്തെ സ്വീകരിക്കാൻ, റബ്ബ് നൽകിയ ആ വലിയ വിലപിടിപ്പുള്ള നിധിയെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും കുല്ലിഹിം അജ്മഈൻ തയ്യാറായപ്പോൾ അവരുടെ പേര് അല്ലാഹു വാനോളം ഉയർത്തുകയാണ്. തന്റെ ചെറിയ സാഹചര്യങ്ങളിൽ പോലും എന്തൊക്കെ കാരണങ്ങൾ വന്നാലും, ഏത് രോഗങ്ങൾ പിടിപെട്ടാലും, ഏത് പ്രശ്നങ്ങൾ പിടിപെട്ടാലും, ഏത് സങ്കീർത്തനങ്ങളിൽ അകപ്പെട്ടാലും, ഏത് ആവശ്യങ്ങളാകട്ടെ, വിവാഹങ്ങളാകട്ടെ, യാത്രകളാകട്ടെ, ഏത് സാഹചര്യത്തിലും അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും നമസ്കാരത്തെ മുറുകെ പിടിക്കുകയാണ്. ഒരു സഹാബി തോട്ടത്തിന്റെ ജോലിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ ഒരു നേരത്തെ നമസ്കാരം ഖളാ ആകുകയാണ്, നഷ്ടപ്പെട്ടു പോകുകയാണ്. ആ സഹാബി, എന്റെ തോട്ടത്തിന്റെ പണിയുടെ പേരിലാണ് എനിക്ക് ഈ നമസ്കാരം നഷ്ടപ്പെട്ടു പോയതെങ്കിൽ എനിക്കിനി തോട്ടം വേണ്ട, ഇത് ദീനിന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. ഒരു നേരത്തെ നമസ്കാരം നഷ്ടപ്പെട്ട് കളഞ്ഞതിന്റെ പേരിൽ ആ തോട്ടം മുഴുവനും ദീനിന് വേണ്ടി എഴുതി കൊടുത്തു. ഇത്രമാത്രം നമസ്കാരത്തെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും അവർ തയ്യാറായി.
ഒരു സഹാബി ചരിത്രത്തിൽ വരികയാണ്. ഒരു യുദ്ധത്തിന്റെ വേളയിൽ ആ സ്വഹാബിയുടെ ശരീരത്തിന്റെ നാനാഭാഗങ്ങളിൽ കുന്തം ഇങ്ങനെ കുത്തിക്കേറുകയാണ്. അമ്പെയ്ത കുന്തങ്ങൾ ആ സ്വഹാബിയുടെ പുറത്തളങ്ങളില് ശരീരത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ കൊണ്ടുകയറുകയാണ്. സ്വഹാബാക്കൾ അത് ഊരിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, വേദന കൊണ്ടുകൊണ്ട് ആ സ്വഹാബി പറയാണ്, പാടില്ല, എനിക്ക് വേദന സഹിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് മുമ്പരം സഹിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ട അല്ലാഹു എനിക്ക് നൽകിയ റബ്ബ് നബിതങ്ങൾക്ക് കൊടുത്ത ഈ സമുദായത്തിന് കൊടുത്ത നമസ്കാരത്തിന് വേണ്ടി ഞാൻ തയ്യാറാകാം. നമസ്കരിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്താലും എന്തൊക്കെ ചെയ്താലും എനിക്ക് യാതൊരു വേദനകളും അനുഭവപ്പെടില്ല. കാരണം ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ കെട്ടുമ്പം ഈ പ്രപഞ്ചത്തിലുള്ള ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും പിന്നോട് മാറ്റിയിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും നിശ്ചയിച്ച് തയ്യാറാക്കിയ പടച്ച തമ്പുരാനും ഞാനുമാണ്. ആ സാഹചര്യത്തില് മുഴുവൻ കാര്യങ്ങളെയും ഞാൻ മറന്നു കളയുകയാണ്. ആ സ്വഹാബി കൈകെട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്വഹാബാക്കൾ ശരീരത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ആ അമ്പുകൾ വലിച്ചൂരുകയാണ്. ആ കൊണ്ടുകയറിയ അമ്പുകൾ ശരീരത്തിൽ തറച്ചിരിക്കുന്ന ആ അമ്പുകൾ ശരീരത്തിന്റെ നാനാഭാഗത്ത് നിന്ന് പിടിതു മാറ്റുകയാണ്. ആ സ്വഹാബി ഇത് അറിയുന്നില്ല. റബ്ബ് നൽകിയ സമ്മാനത്തിൽ അലിഞ്ഞു ചേർന്ന് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സമുദായമേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, കേവലം വിവാഹത്തിന്റെ വിഷയത്തിൽ നമസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്നവരല്ലേ നമ്മൾ? ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരല്ലേ നമ്മൾ? ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ റബ്ബ് നൽകിയ അമൂല്യമായ സമ്മാനത്തെ നഷ്ടപ്പെടുന്നവരല്ലേ നമ്മൾ? എന്നാലോ ഈ നഷ്ടപ്പെടുത്തലുകൾ നമ്മുടെ കരച്ചിലിന് കാരണമാണ്. ഈ ദുനിയാവിലും നമുക്ക് നിന്ദിതയാണ്, ആഖിറത്തിൽ നമുക്കും നിന്ദിതയാണ്. ഖബറിലേക്ക് എടുത്തു വെക്കേണ്ട താമസം മരണത്തിന്റെ മാലാക കടന്നു വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കാത്തവനാണോ? റബ്ബ് നൽകിയ സമ്മാനത്തെ അവഗണിച്ചവനാണോ? അവന്റെ മരണം വല്ലാത്ത വേദനയാണ്. ഖബറിലേക്ക് എടുത്തു വെക്കേണ്ട താമസം ഖബർ വല്ലാതെ നിരിക്കുകയാണ്. പാമ്പിനെയും തേളുകളെയും കൊണ്ട് നിറയ്ക്കുകയാണ്. അവന്റെ ഹിസാബ് കഠിനമാണ്, സിറാത്ത് കഠിനമാണ്. അവ്വലു മൻ യുസ്അലു അൻ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി ചോദിക്കപ്പെടുന്നത് അത് നമസ്കാരത്തെ കുറിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതൊരുവൻ നമസ്കാരക്കാരനാണോ അവനോട് റബ്ബ് പറയും, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഏഴാകാശങ്ങൾ കടന്ന് റബ്ബിന്റെ കോടതിയിലെത്തിയ അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനമായി കൊടുത്ത ആ നമസ്കാരം മുറുകെ പിടിച്ച വ്യക്തിത്വങ്ങളെ, ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ കടന്നുകൊള്ളുക. നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കൽബും വർണ്ണിച്ചിട്ടില്ലാത്ത, ഒരു വ്യക്തിത്വങ്ങളും എഴുതിയിട്ടില്ലാത്ത, ആർക്കും ചിന്തിക്കാൻ സാധിക്കാത്ത മനോഹരമായ മനോഹരങ്ങൾ നിറഞ്ഞ വലിയ സ്വർഗമാണെന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലേക്ക് കടക്കാൻ പറയും. ഞാൻ നമസ്കരിക്കാത്തവരാണോ? ലാ യദ്ഖുലൂനൽ ജന്നത അബദ, ഒരിക്കലും സ്വർഗ്ഗപ്രവേശനമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റബ്ബ് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് നമസ്കാരം. അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ സമ്മാനമാണ്. റബ്ബ് അള്ളാഹുവിന്റെ റസൂലിന് ഈ സമുദായത്തിന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമസ്കാരം. ഏറ്റവും വലിയ സമ്മാനമാണ് നമസ്കാരം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വേറൊരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ റസൂലിന് വലിയ വേദനകളും വിഷമങ്ങളും വേദനകളും വിഷമങ്ങളും വന്നപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വന്നപ്പം അള്ളാഹു ചെയ്യിപ്പിച്ചെന്താ? യാത്ര ചെയ്യിപ്പിച്ചു, ഒരു സമ്മാനം കൊടുത്തു. എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരമാണ് നമസ്കാരം.
എല്ലാ വിഷമങ്ങൾക്കും എന്താ പരിഹാരമാണ് നമസ്കാരം. അതുകൊണ്ടാണ് നബിതങ്ങൾക്ക് അള്ളാഹു നമസ്കാരം കൊടുത്തത്. അതുകൊണ്ടല്ലേ നബിതങ്ങൾ പറഞ്ഞത് ഖുർറത്തു ഐനി അസ്സലാ, എന്റെ ജീവിതത്തിന്റെ സമാധാനം, എന്റെ കണ്ണിന്റെ കുളിർമ അത് നമസ്കാരമാണ്. റബ്ബ് നൽകിയ സമ്മാനമായ നമസ്കാരമാണ്. നമസ്കാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, നമ്മൾ ഓരോരുത്തരും അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് നമസ്കാരം എന്ന് മനസ്സിലാക്കി അതിനോട് ഇടപെടുക. നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സാഹചര്യങ്ങൾ, അവസ്ഥകൾ വരുമ്പം, നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ വരുമ്പം വെറുതെ ആർക്കോ വേണ്ടി നമസ്കരിക്കുന്ന, അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമസ്കാരത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന വളരെ വേദനാജനകമായ അവസ്ഥയാണ്. ഇത് വലിയ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് സമയത്താണെങ്കിലും നമസ്കരിക്കാൻ യാതൊരു തടസ്സവും നമുക്കില്ല. പക്ഷേ നമ്മൾ അവസ്ഥകൾ കണ്ടെത്തി വലിയ അലസന്മാരായി, മടിയന്മാരായി, റബ്ബ് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായ നമസ്കാരത്തോട് വലിയ ഒരു അതിനോടുള്ള നന്ദി രേഖപ്പെടുത്താതെ നമ്മൾ നടക്കുമ്പോൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ സമുദായത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിത്തരും. ഒറ്റ കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചാൽ മതി, നമസ്കാരക്കാരായിക്കോളും. റബ്ബ് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. അള്ളാഹുവിന്റെ റസൂലിനെ അത്ര സങ്കടപ്പെട്ട നബിതങ്ങൾക്ക് ഈ നമസ്കാരം അങ്ങോട്ട് കിട്ടിയപ്പം അള്ളാഹുവിന്റെ റസൂലിന് സമാധാനം, അത്രമാത്രം നബിതങ്ങൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായി. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞെന്താ, വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മത്തി, എന്റെ സമുദായമേ, അസ്സലാ, നിങ്ങൾ നമസ്കാരക്കാരാവി. ഈ സമുദായത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമസ്കാരമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും അറിഞ്ഞോ അറിയാതെയും വന്നുപോയി ധാരാളം നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ കണക്കെടുത്ത് കൃത്യമായി നമസ്കരിച്ച് വീട്ടിയേ മതിയാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കിൻ, മരണം വരുവോളം നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദയനീയ അവസ്ഥ എന്റെ ജീവിതത്തിൽ നീ വരുത്തല്ല തമ്പുരാനെ. അവസാനം മരണപ്പെടുമ്പോൾ റബ്ബ് അള്ളാഹുവിന്റെ റസൂലിനെ കൊടുത്ത, ഈ സമുദായത്തിന് കൊടുത്ത സമ്മാനമായ നമസ്കാരത്തിലായിരിക്കവേ മരണപ്പെടാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഇങ്ങനെ ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാൻ സാധിച്ചാൽ, അങ്ങനെ ഒരു അവസരം അല്ലാഹു നൽകിയാൽ നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. സ്വഹാബത്തിൽ കിറാം കണ്ടില്ലേ, അവർക്ക് എന്ത് സാഹചര്യം വന്നാലും, ഏത് അവസ്ഥകൾ വന്നാലും ദീനിനോ ദീനിന്റെ നിയമ വ്യവസ്ഥകൾക്കോ യാതൊരു കുറവും വരുത്താൻ അവർ തയ്യാറായില്ല. തന്റെ വ്യക്തിപരമായ കാര്യമാകട്ടെ, വിവാഹങ്ങൾ നിശ്ചയിച്ച സഹാബാക്കൾ ദീനിന് വേണ്ടി ഷഹീദായിട്ടുണ്ട്. അവർക്ക് മറ്റുള്ള ഞാനൊരു സംഭവം കൂടി പറഞ്ഞത് നിർത്തിയാണ്. ഒറ്റ സംഭവം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സഹാബാക്കൾ കിറാം നമസ്കാരത്തെ മുറുകെ പിടിച്ചു. ദീനിന് വേണ്ടി അവർ സമർപ്പിച്ചത് എന്തൊക്കെയാണ്, ദീനിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ അവർ തയ്യാറായി.